എനിക്ക് നന്ദിയുണ്ട്. കാരണം ഈ ഒരു മൊമെൻറ്റ് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നൊരു ഇതാണ് ക്രിക്കറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഞാൻ എല്ലാവരോടും ഒരു സഹോദരങ്ങളെ പോലെ എല്ലാവരോടും സഹകരിച്ചു. ടീമിന് വേണ്ടിയിട്ട് എന്നാളാവോളം ഞാൻ എടുത്തു. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും സംസാരത്തിലോ ഏതെങ്കിലും രീതിയിൽ എൻ്റെ പെരുമാറ്റത്തിലോ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും പേഴ്സണലി ഒന്നും ഉദ്ദേശിച്ചല്ല. ടീമിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു എന്താ പറയുന്നത്, ഞാൻ എന്തെങ്കിലും ഫസ്റ്റ് പോയി ചെയ്ത് ഇതാക്കണം എന്നുള്ളതല്ല ഞാൻ ചിന്തിക്കും. ടീമിന് വേണ്ടിയിട്ട് മാറി നിന്നുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് നല്ലതാണെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരെ നിന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് അവരുടെ എഫേർട്ട് എടുക്കാനും അവർ കൂടുതൽ ബാക്കി നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആളുകൾ നിങ്ങളെല്ലാവരും എന്നോട് കാണിച്ച സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. നമ്മൾ വിട്ടുപോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഒരു കുടുംബം എന്നൊരു ഇതിൽ മാത്രമാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എൻ്റെ ചിന്തയിലുള്ളത്. ടീമും നിങ്ങൾ ഓരോരുത്തരും എന്നെ എനിക്ക് ഹൃദയത്തോട് ഒത്തിരി അടുത്ത ഉള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് തിങ്കളാഴ്ച ഞാൻ ഇവിടുന്ന് ജോലി മതിയായിട്ട് ഇവിടുന്ന് ദേശത്ത് നിന്ന് കടന്നു പോകുന്നു. അപ്പോൾ എവിടെ ആയിരുന്നാലും ഞാൻ നിങ്ങളെയൊക്കെ ഓർക്കും. അതുപോലെ നിങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുകയും വിവരങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ ആ ഒരു സ്നേഹവും ആ ഒരു ഐക്യവും എപ്പോഴും ഉണ്ടാവണം. തുടർന്നും അനീഷ് ചാന കഴിഞ്ഞ ആളുകൾ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് നമ്മൾ ലീഗിൽ രജിസ്റ്റർ ചെയ്തത് തൊട്ട് മുന്നോട്ട് ഞാനില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ടീമിനെ നയിച്ചു. അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അനീഷ് ചാന മുന്നോട്ട് നമ്മുടെ ടീമിനെ നയിക്കും. ക്യാപ്റ്റൻസി ഞാൻ അനീഷ് ചാനെ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി അനീഷ് ചാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ടീമിനൊരു വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ക്യാപ്റ്റൻ മാത്രം ഒരു എഫേർട്ട് എടുത്തൊന്നും നടക്കില്ല. എല്ലാവരും ഒരു 11 പേരുണ്ടെങ്കിലും 12 പേരുണ്ട്, എല്ലാവരും ഒരുമിച്ച് നിന്നാലേ അത് നമുക്ക് വിജയമാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ സ്നേഹത്തിനും എല്ലാം നന്ദി. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ.
നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിന്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ നെഞ്ചു നീരിടുമ്പോഴും എൻ